ഫുട്ബോൾ ഫൈനൽ നടക്കുന്നതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നാളെ പുലർച്ചെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവധി. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഫൈനൽ മത്സരം നടക്കുന്നതിനാൽ നാളെ അവധി വേണമെന്ന ആവശ്യവുമായി കുട്ടികളടക്കം രംഗത്തെത്തിയിരുന്നു. വളരെ താല്പര്യത്തോടെയാണ് കുട്ടികൾ മത്സരം കാണുന്നത്. ഫൈനൽ മത്സരം കണ്ടു കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ സ്കൂളിലെത്താൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകുമെന്നും അതിനാലാണ് അവധി പ്രഖ്യാപിച്ചതെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയെ വെട്ടിലാക്കി ലോയേഴ്സ് കോൺഗ്രസ്. ജിയോണ ജെയിംസ് സംഘടനയുടെ സജീവ പ്രവർത്തകയല്ലെന്നും തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. നിയമനത്തിൽ പരാതി അറിയിക്കാൻ മുഖ്യമന്ത്രിയെ കാണാൻ വീണ്ടും KSU സംസ്ഥാന പ്രസിഡന്റ് അനുമതി തേടും. അതിനിടെ പാർട്ടി വക്താക്കളുടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ KPCC വിലക്കിയിരുന്നു. ജിയോണ ജെയിംസിന്റെ നിയമനത്തിനെതിരായ KSU പരാതി മുഖ്യമന്ത്രി തള്ളിയത് ലോയേഴ്സ് കോൺഗ്രസ് നോമിനിയെന്ന് പറഞ്ഞായിരുന്നു. ലോയേഴ്സ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പേരെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ സംഘടന തന്നെ ചോദ്യം ചെയ്യുന്നു. പേര് നിർദ്ദേശിച്ചു, പക്ഷേ പട്ടികയിൽ വളരെ താഴെയായിരുന്നുവെന്നാണ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ വാദം. ലോയേഴ്സ് കോൺഗ്രസിലെ തർക്കവും വിവാദത്തിന് കാരണമെന്ന് സൂചനയുണ്ട്. സംഘടനാ നേതാവും സ്റ്റേറ്റ് അറ്റോർണി അനൂപ് നായരുമാണ് ജിയോണയുടെ പേര് മുന്നോട്ട് വെച്ചതെന്നാണ് വിവരം. അതേസമയം സംഘടനയുടെ നേതാക്കളെ ഒഴിവാക്കിയതിലാണ് നേതൃത്വത്തിനുള്ള അമർഷമെന്നാണ് സൂചന. വൈദ്യപരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി. കളമശ്ശേരി പോലീസ് മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതി വൈദ്യപരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അസം സ്വദേശി അബ്ദുൾ അലിയാണ് പോലീസിനെ വെട്ടിച്ച് കടന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. രക്ഷപ്പെടുമ്പോൾ ഇരു കൈകളിലും വിലങ്ങുണ്ടായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. പച്ച ടീഷർട്ടും നീല ജീൻസുമാണ് ഇയാൾ ധരിച്ചിരുന്നത്. കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ചെമ്പുകമ്പി മോഷ്ടിക്കുന്നതിനിടെയാണ് അബ്ദുൾ അലിയെ പോലീസ് പിടികൂടിയത്. രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ രാഷ്ട്രീയ വിവാദം കടുക്കുന്നു. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗത്തെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് മുൻ നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. വഖഫ് പുനഃസംഘടനയിൽ സർക്കാർ നിലപാട് ദുരൂഹമെന്ന് സമസ്ത AP വിഭാഗം കുറ്റപ്പെടുത്തി. മുസ്ലിം വിഭാഗത്തെ ലീഗും കോൺഗ്രസും വഞ്ചിച്ചെന്നും P. രാജീവ് പറഞ്ഞു. വഖഫ് വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് പുതിയ വിവാദങ്ങൾ. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സർക്കാർ നിലപാട് ദുരൂഹമെന്നാണ് സമസ്ത AP വിഭാഗത്തിന്റെ മുഖപ്രസംഗം. BJP നേതാവ് ഷോൺ ജോർജിന്റെ ഹർജിയെ പിന്തുണയ്ക്കുന്ന സത്യവാങ്മൂലം UDF രാഷ്ട്രീയ നയത്തിന് ഘടകവിരുദ്ധമെന്നാണ് വിമർശനം. വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സർക്കാർ കൈക്കൊണ്ട നിലപാട് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ലീഗിനാണെന്ന വിമർശനം സിറാജിന്റെ മുഖപ്രസംഗത്തിലുണ്ട്. അതേസമയം സത്യവാങ്മൂലത്തിൽ റവന്യൂ നൽകിയതിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടിട്ടില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. വഖഫ് വിഷയത്തിൽ UDF-നുള്ളിലും പ്രതിസന്ധിയുണ്ടെന്ന സൂചന പുറത്തുവരുമ്പോൾ മുസ്ലിം ലീഗ് നിലപാട് എന്താണെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പൊട്ടിക്കിടന്ന KSEB സ്റ്റേ വയറിൽ തല കുടുങ്ങി. ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പാലക്കാട് പുത്തൂർ സ്വദേശി ശശികുമാറിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശശികുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് മാറ്റി. കൊപ്പം ജംഗ്ഷനിൽ നിന്ന് പുത്തൂരിലേക്ക് പോകുന്നതിനിടെയാണ് ശശികുമാറിന് അപകടം സംഭവിച്ചത്. പൊട്ടിക്കിടന്ന സ്റ്റേ വയറിൽ തലകുടുങ്ങുകയും തെറിച്ച് റോഡിൽ വീഴുകയുമായിരുന്നു. അപകടത്തിന് പിന്നാലെ നാട്ടുകാർ വിവരം KSEB അറിയിച്ചു. തുടർന്ന് ജീവനക്കാരെത്തി ഇത് ശരിയാക്കി.